പിള്ളേർ കൈയടിക്കുന്നവരൊന്ന് കൈയടിച്ച് നിങ്ങൾ പിള്ളേർ കൈയടിക്കുന്നവരൊന്ന് കൈയടിച്ച്. ഓക്കെ, നമ്മൾ കൈയടിപ്പിക്കാറില്ലേ? ഇതിന് ഒച്ചയുണ്ടോ? ഉണ്ട്. ഇങ്ങനെ നമ്മൾ കൈയടിപ്പിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഷുഡ് കീപ് ക്വയറ്റ്. അപ്പൊ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷനാണ്, ഞാൻ ഇങ്ങനെ കൈയടിച്ചു, ഇപ്പം ടീച്ചർ പറയുന്നത് എന്താണ്? യു ഷുഡ് കീപ് ക്വയറ്റ്. എങ്കിൽ പിള്ളേരെ ഇങ്ങനെ കൈയടിപ്പിക്കാം. ഒന്ന് ഒച്ചയില്ലാതെ കൈയടിച്ച്, അതാ കൈയടി. അപ്പൊ പിള്ളേർക്ക് മനസ്സിലായി എന്ത്? കൈയടിക്കുമ്പോഴും സംസാരിക്കുന്ന സമയത്തും എന്തില്ലാതെ പറ്റും? ഒച്ചയില്ലാതെ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഏത് ആക്ടിവിറ്റി ആണോ കൊടുക്കുന്നത് ആ ആക്ടിവിറ്റി നമ്മുടെ ഒരു ബേസിക് പോളിസിയുമായിട്ട് അലൈൻ ചെയ്യുന്നതാണ്. ഒരു പരിധിക്കുള്ളത് സംസാരിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ബഹളമാകും, 100% ഉറപ്പ്. ശരിയല്ലേ? അപ്പൊ നാച്ചുറലി എന്താണ്? ഈ കൈയടിക്കുന്നത് ഒച്ചയാവാം, വർത്തമാനം പറയുന്നത് എന്താ ഒച്ചയായി കൂടാ? ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കുട്ടികളിൽ.